ഹലോ എവ്രി വൺ. ഫിസിക്കൽ സയൻസിന്റെ സിലബസിൽ നാലാമത്തെ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ള ഒരു പോർഷനാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. പാർട്ടിക്കിൾ ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ക്വാർക്ക് മോഡൽ അഥവാ ക്വാർക്ക് മാതൃക എന്നത്. എന്താണ് ക്വാർക്ക് മോഡൽ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ വളരെ ചെറിയ പാർട്ടിക്കിൾസ് എന്ന നിലയിലാണ് പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഇലക്ട്രോണുകളെയും കുറിച്ച് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അത്ര ചെറിയ പാർട്ടിക്കിളുകളല്ല എന്നും അവയേക്കാൾ ചെറിയ പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടോണുകളും ന്യൂട്രോണുകളും മറ്റ് ചില പദാർത്ഥങ്ങളാലാണ് നിർമ്മിതമാണ് എന്നും പറയുന്നതാണ് ക്വാർക്ക് മാതൃക അഥവാ ക്വാർക്ക് മോഡൽ എന്നത്. ഫിസിക്സിൽ സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം ക്വാർക്കുകളും ലെപ്റ്റോണുകളുമാണ് വളരെ ചെറിയ പാർട്ടിക്കിളുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉൾപ്പെടുന്ന വിഭാഗത്തെ ഹാഡ്രോണുകൾ എന്നാണ് അറിയപ്പെടുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ പറയുന്ന ഹാഡ്രോണുകളെ വിവരിക്കുന്ന ഒരു കണികാ ഭൗതികത്തിലെ ചട്ടക്കൂടാണ് ക്വാർക്ക് മോഡൽ എന്ന് നമുക്ക് സൈദ്ധാന്തികമായി പറയാൻ സാധിക്കും. പാർട്ടിക്കിൾ ഫിസിക്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ എന്ന നിലയിലാണ് ക്വാർക്ക് മോഡൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത്. ക്വാർക്കുകൾ ശക്തമായ ബലത്തിലൂടെ പ്രതിപ്രവർത്തിക്കുന്ന പ്രാഥമിക കണങ്ങളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ സബറ്റോമിക് ആയിട്ടുള്ള ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം വളരെ ചെറിയ പാർട്ടിക്കിളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ചെറിയ കണങ്ങളാണ്, ഇലക്ട്രോണിനേക്കാളെന്നല്ല, പ്രോട്ടോണിനേക്കാളും ന്യൂട്രോണിനേക്കാളും ചെറിയ കണങ്ങളാണ് ക്വാർക്കുകൾ എന്ന് പറയുന്നത്. അവ ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നവയാണ് ക്വാർക്സ് എന്ന് പറയുന്നത്. ഈ ക്വാർക്കുകൾ പ്രത്യേക രീതിയിൽ സംയോജിപ്പിച്ചിട്ടാണ് ഹാഡ്രോൺസിനെ നിർമ്മിക്കുന്നത്. അപ്പോൾ ക്വാർക്കുകളെ പ്രത്യേക രീതിയിൽ സംയോജിപ്പിച്ചാണ് ഹാഡ്രോണുകളെ ഉണ്ടാക്കുന്നത്. ഹാഡ്രോണുകൾ നമ്മൾ പഠിച്ചു. ഹാഡ്രോണുകളിൽ ആരൊക്കെയുണ്ട്? ബേരിയോണുകളുമുണ്ട്, മെസോണുകളുമുണ്ട്. ബേരിയോൺ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ഇനി മെസോണുകളുണ്ട്. ഈ പറയുന്ന ബേരിയോണുകളിൽ പ്രധാനമായിട്ടും 3 ക്വാർക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോ ഒന്നല്ല രണ്ടല്ല 3 ക്വാർക്കുകൾ ചേർന്ന് രൂപപ്പെടുന്ന ഒരു സംവിധാനമാണ് ബേരിയോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേരിയോണുകളിൽ ഉൾപ്പെട്ട പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം 3 ക്വാർക്കുകൾ വീതം രൂപപ്പെട്ട കണങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അതേസമയം മെസോണുകളിൽ ഒരു ക്വാർക്കും ഒരു ആന്റി ക്വാർക്കുമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പാർട്ടിക്കിൾ ഫിസിക്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ആന്റി പാർട്ടിക്കിളും ഉണ്ടായിരിക്കും എന്നുള്ളത്. കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയി സിലബസ് ഓറിയന്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. 8301981157 എന്ന നമ്പറിലൂടെ സ്പാർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതായിരിക്കും. നമ്മുടെ ക്വാർക്ക് മോഡൽ പ്രകാരം അല്ലെങ്കിൽ ഈ ക്വാർക്ക് മോഡൽ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 1964 മുറേ ജെൽമാൻ എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റും ജോർജ് സ്വീഗ് എന്ന് പറയുന്ന മറ്റൊരു ഫിസിസിസ്റ്റും ക്വാർക്ക് മാതൃക നിർദ്ദേശിച്ചത്. രണ്ടുപേരുടെയും ഇൻഡിപെൻഡന്റ് വർക്കായിരുന്നു. എങ്കിലും 1964 അവര് ഈ ഒരു മാതൃക മുന്നോട്ട് വെച്ചത്. 1969 ഇവർക്ക് ഇതിന് നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. എന്താണ് ക്വാർക്ക് മാതൃക എന്ന് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു. ക്വാർക്ക് മാതൃക പ്രകാരം ദ്രവ്യത്തിന്റെ അടിസ്ഥാന കണങ്ങളാണ് ക്വാർക്കുകൾ. അപ്പോൾ ഈ ഒരു തിയറി ബേസ് ചെയ്തിരിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് ഹാഡ്രോണുകൾ എല്ലാം തന്നെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പാർട്ടിക്കിളുകളായ ക്വാർക്കുകളെ കൊണ്ട് നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ ക്വാർക്കുകളാണ് ഫണ്ടമെന്റൽ കൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് മാറ്റർ
ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എലമെന്ററി പാർട്ടിക്കിൾ. അപ്പോൾ എലമെന്ററി പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ, അത്രയ്ക്ക് ഫണ്ടമെന്റൽ ആയ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് ക്വാർക്കുകൾ എന്ന് പറയുന്നത്. ഈ ക്വാർക്കുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും മുതലായ ഹാഡ്രോണുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ക്വാർക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ക്വാർക്കുകൾ എന്ന് പറയുമ്പോൾ അവരെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ക്വാർക്കുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 6 ക്വാർക്കുകളാണുള്ളത്. പ്രധാനമായിട്ടും ഈ പറയുന്ന 6 ക്വാർക്കുകൾക്കും എന്തുണ്ട്? ആന്റി പാർട്ടിക്കിൾസും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട 6 ക്വാർക്കുകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ആ പേര് തന്നെ ഉണ്ട്. അപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡൗൺ ഉണ്ട്. അടുത്തത് സ്ട്രേഞ്ച് ക്വാർക്ക്, ചാം ക്വാർക്ക്, ടോപ്പ് ക്വാർക്ക് ആൻഡ് ബോട്ടം ക്വാർക്ക്. അങ്ങനെ 6 പ്രധാനപ്പെട്ട ക്വാർക്കുകളാണുള്ളത്. ഈ ക്വാർക്കുകൾക്കെല്ലാം ആന്റി ക്വാർക്സും ഉണ്ട്. അപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു ആന്റി അപ്പ് ഉണ്ട്, ഡൗൺ ഉണ്ടെങ്കിൽ ഒരു ആന്റി ഡൗൺ ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഓരോ ആന്റി ക്വാർക്കുകളും ഉണ്ട്. ഇനി ഇവയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുമ്പോൾ, ചില ക്വാർക്കുകൾക്ക് ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറയുന്നത് ഇ ആണ് അല്ലെ. സ്മോൾ ലെറ്റർ ഇ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 1.6 × 10⁻⁻19 കൂളമാണ് ഒരു ഇ എന്ന് പറയുന്ന വാല്യൂ. ആ ഫണ്ടമെന്റൽ ചാർജ് വാല്യൂ, ഫണ്ടമെന്റൽ ചാർജിന്റെ വാല്യൂവിന്റെ ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ടാണ് ക്വാർക്കുകളുടെ ചാർജ് വരുന്നത്. അപ്പോ ഇ എന്ന് പറയുന്ന വാല്യൂവിന്റെ 3/2 ഭാഗം എടുത്താൽ ചില ക്വാർക്കുകളുടെ ചാർജ് ആയി. ഇനി ആ ഇ എന്ന് പറയുന്നതിന്റെ തന്നെ -1/3 ഭാഗം എടുത്താൽ മറ്റു ചില ക്വാർക്കുകളുടെ ചാർജ് ആയി. അപ്പോ എല്ലാ ക്വാർക്കുകൾക്കും ഒരേ ചാർജ് അല്ല എന്ന് മനസ്സിലായി. പക്ഷേ പ്രധാനമായിട്ടും 2 ചാർജുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് +2/3 ഇയും മറ്റേത് -1/3 ഇയുമാണ് അവയുടെ ചാർജുകൾ. ഈ പറയുന്ന ഫ്രാക്ഷണൽ വാല്യൂ ഉള്ള ചാർജുകൾ സംയോജിപ്പിക്കുമ്പോൾ പക്ഷെ നമുക്ക് കിട്ടുന്ന പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒക്കെ ഒരു പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഇന്റഗ്രൽ വാല്യൂ ഉള്ള ചാർജ് ആണ് എന്ന് നമുക്കറിയാം. എല്ലാ ക്വാർക്കുകൾക്കും നമ്മൾ മുൻപേ പഠിച്ച ബേരിയോൺ സംഖ്യയുണ്ട്. ബേരിയോൺ നമ്പർ എന്താണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വാർക്കുകൾക്കും ബേരിയോൺ സംഖ്യയുണ്ട്, സ്ട്രേഞ്ച്നെസ് ഉണ്ട്. സ്ട്രേഞ്ച്നെസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ചിലതിന്റെ വാല്യൂ 0 ആയിരിക്കും, ചിലതിനൊരു പർട്ടിക്കുലർ വാല്യൂ കാണും. അതുപോലെ ഓരോ ക്വാർക്കും അതിന്റെ ആന്റി ക്വാർക്കിന്റെയും പ്രത്യേകത അവ ജെൽമാൻ നിഷിജിമ ഫോർമുല ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇതൊരു നമ്മള് ചാർജുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന, അതായത് ഈ കൊടുത്തിരിക്കുന്നതിൽ ബി എന്ന് പറയുന്നത് ബേരിയോൺ സംഖ്യയാണ്, എസ് എന്ന് പറയുന്നത് സ്ട്രേഞ്ച്നെസ് ആണ്, I3 എന്ന് പറയുന്നത് തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ ആണ്, ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് ഉപയോഗിച്ച് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല ഒബേ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ക്വാർക്കുകളും അവയുടെ ആന്റി ക്വാർക്കുകളും എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു 6 ക്വാർക്കുകളാണ് ഉള്ളതെന്ന്. ആദ്യമേ തന്നെ നമ്മൾ കണ്ടെത്തിയത് പ്രധാനപ്പെട്ട 3 ക്വാർക്കുകളാണ്, അപ്പ്, ഡൗൺ ആൻഡ് സ്ട്രേഞ്ച്. എന്താണ് അപ്പ് ക്വാർക്കിന്റെ സവിശേഷത എന്ന് നോക്കാം. Up quarks are the lightest among the all quarks. They have maximum stability due to the lowest mass. അപ്പൊ നമ്മൾ ആദ്യമേ കണ്ടെത്തിയത് അപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പ് ക്വാർക്കുകൾക്കാണ് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാർക്ക്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാർക്കാണ് അപ്പ് ക്വാർക്കുകൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവ വളരെ സ്റ്റെബിലിറ്റി ഉള്ളവയാണ്. അപ്പ് ക്വാർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ആദ്യത്തെ ലെറ്റർ ആയ യു കൊണ്ടാണ്. അതിന്റെ ആന്റി പാർട്ടിക്കിളിനെ നമ്മൾ ഒരു യു ബാർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. യു എന്ന് പറയുന്നത് അപ്പ് ക്വാർക്ക്, അതിന്റെ ആന്റി ക്വാർക്കാണ് യു ബാർ. ഇനി ഈ അപ്പ് ക്വാർക്കിന്റെ മാസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1.7 to 3.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ c² എന്ന റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് മില്യൺ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണ്, ഒരു 3, 2 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇനി ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് +2/3 ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ചില ആൾക്കാർക്ക് +2/3 ആണ്. അപ്പോൾ അപ്പ് ക്വാർക്കിനും +2/3 ആണ്. ഇനി ഇവിടെ നോക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന്റെ സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഈ ക്വാർക്കുകളെല്ലാം ഹാഫ് വാല്യൂ ഉള്ള, സ്പിൻ ഹാഫ് ആയിട്ടുള്ള ആൾക്കാരാണെന്നും ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഡൗൺ ക്വാർക്ക് ആണ്. ഡൗൺ ക്വാർക്ക് ആണ് അപ്പ് ക്വാർക്ക് കഴിഞ്ഞാൽ കുറച്ചുകൂടി
ലൈറ്റ്നെസ് കൂടിയ ആളാന്ന് അല്ലെങ്കിൽ ഹെവിനെസ് കൂടിയ ഒരാളാണ് നമ്മൾ ഈ പറയുന്ന ഡൗൺ ക്വാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് കൂടുതലൊന്നുമില്ല. അതിന്റെ മാസ് തന്നിട്ടുണ്ട്. ഒരു 4.1 to 5.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണ്. നേരത്തെ 1.7 to 3.1 ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ കൂടി 4.1 to 5.7 ആണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനും സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഡി ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ ആന്റി പാർട്ടിക്കിളിന് ഡി ബാർ എന്ന ലെറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ ചാർജിന്റെ പ്രത്യേകത അത് നേരത്തെ +2/3 ആയിരുന്നു. ഇവിടെ ഡൗൺ ക്വാർക്ക് പ്ലസ് മുകളിലോട്ടല്ലേ, അപ്പൊ മുകളിലോട്ട് എന്നുള്ള രീതിയിലല്ലേ, അപ്പൊ അത് പോസിറ്റീവ്. ഡൗൺ താഴോട്ട് എന്നുള്ള രീതിയിലാവുമ്പോൾ അത് നെഗറ്റീവ് ആണ്, വാല്യൂ ചെറുതാണ്, -1/3 ആണ്. ഇതും ഒരു സ്പിൻ ഹാഫ് ആയിട്ടുള്ള ക്വാർക്കാണ്. അടുത്തത് സ്ട്രേഞ്ച് ക്വാർക്കാണ്. അപ്പൊ നമ്മള് സ്ട്രേഞ്ച് ക്വാർക്ക് എന്ന് പറയുന്നത് ആണ് നമ്മൾ മൂന്നാമതായിട്ട് കണ്ടെത്തിയത്. ഈ പറയുന്ന ആദ്യത്തെ 2 ക്വാർക്കുകളെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ക്വാർക്ക് എന്നാണ് വിളിക്കുന്നത്. ഈ കിടക്കുന്ന 2 പേരെയും നമ്മൾ സെക്കൻഡ് ജനറേഷൻ ക്വാർക്ക് എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ ക്വാർക്കിൽ വരുന്ന ആളാണ് നമ്മുടെ ഈ സ്ട്രേഞ്ച് ക്വാർക്ക് എന്ന് വരുന്നത്. സോ പേര് തന്നെയുണ്ട്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ 2 പേരെക്കാളും കുറച്ചുകൂടി ഭാരക്കൂടുതലുള്ള ആളാണ് ഈ പറയുന്ന സ്ട്രേഞ്ച് ക്വാർക്ക് എന്ന് പറയുന്ന ആള്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ ആന്റി പാർട്ടിക്കിൾ എസ് ബാർ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഈ സ്ട്രേഞ്ച് ക്വാർക്കിന്റെ സവിശേഷത, അതിന്റെ ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഡൗൺ ക്വാർക്കിനെ പോലെ -1/3 ആണ്. ഈ വാല്യൂസ് പഠിച്ചേ പറ്റൂ. ചാർജ് വാല്യൂസ്, സ്പിൻ വാല്യൂസ് പഠിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ -1/3 ആണ് ഇതിന്റെ സ്പിൻ വാല്യൂ. അപ്പൊ നമുക്ക് മനസ്സിലായി സ്ട്രേഞ്ച് ക്വാർക്ക് വരെ കിട്ടി. അപ്പൊ നമുക്ക് അറിയാം സ്ട്രേഞ്ച് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ജനറേഷനിൽ മറ്റൊരെണ്ണം കൂടി ഉണ്ടാകും എന്നുള്ള കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് ചാം ക്വാർക്ക് നിലവിൽ വന്നത് അല്ലെങ്കിൽ കണ്ടെത്തപ്പെട്ടത്. നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡലിൽ അതിന്റെ സിമെട്രി SU3 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സിമെട്രി ഒക്കെ പഠിക്കാനുണ്ട്. ആ സിമെട്രിയുമായിട്ട്, ആ സമമിതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ചാം ക്വാർക്കിനെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ചാം ക്വാർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് C എന്ന ലെറ്റർ, എല്ലാത്തിന്റെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഷോർട്ട് ഫോം കൊടുത്തിട്ടുള്ളത്. ആന്റി പാർട്ടിക്കിളിന്റെ പേര് അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും C ബാർ എന്നായിരിക്കും. സ്ട്രേഞ്ചിന് -1/3 ആയതുകൊണ്ട് തന്നെ ചാമിന് +2/3 ആണ്. അപ്പൊ ഓരോ ജനറേഷനിലും നമുക്കൊരു പെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. വരും ഇലക്ട്രിക് ചാർജിന്റെ കേസിൽ അപ്പിന് പോസിറ്റീവ് 2/3 ആണ്, ഡൗണിന് -1/3 ആണ്. സ്ട്രേഞ്ചിന് -1/3 ആണ്, ചാമിന് +2/3 ആണ്. അടുത്തത് ടോപ്പ് ആൻഡ് ബോട്ടം ക്വാർക്കാണ്. ഈ പറയുന്ന നമ്മുടെ ലെപ്റ്റോണുകളെ നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺസ് ഉൾപ്പെട്ട് വരുന്ന ലെപ്റ്റോണുകളെ പഠിച്ചു. അവർ എത്ര പേരുണ്ട്? അവർ 6 പേരുണ്ട്. അപ്പോൾ അവർ 6 പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ക്വാർക്കുകളും 6 പേരുണ്ടായിരിക്കും എന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഈ പറയുന്ന ആ ഒരു ഇൻഡ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ടോപ്പ് ക്വാർക്കിനെയും ബോട്ടം ക്വാർക്കിനെയും കണ്ടെത്തിയത്. ടോപ്പ് ക്വാർക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ നമ്മൾ T എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ ആന്റി പാർട്ടിക്കിൾ T ബാർ ആണ്. ഈ 6 ക്വാർക്കുകളിൽ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ക്വാർക്ക് ടോപ്പ് ക്വാർക്കാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹെവിയസ്റ്റ് ആയിട്ടുള്ള ക്വാർക്ക് ആകുമ്പോൾ അതിന്റെ വാല്യൂ എത്രയാണ്? അതിന്റെ ചാർജ് വാല്യൂ, മാസ് വാല്യൂ എത്രയാണ് നമ്മൾ അറിയണം. അതിന്റെ മാസ് വാല്യൂ ഓൾമോസ്റ്റ് ഒരു 172.9 to 1.5 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജിഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, സോ ഒരു 172.9 ആ ഒരു റേഞ്ചിലാണ്, അത്രയും ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇതിന്റെ ടോപ്പ് ക്വാർക്കിന്റെ എന്തെന്ന് വരുന്നത്, അതിന്റെ മാസ് ആയിട്ട് വരുന്നത്. സോ അതൊരു വലിയ വാല്യൂ തന്നെയാണ്. സോ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ആള് നമ്മുടെ ടോപ്പ് ക്വാർക്ക് തന്നെയാണ്. ഇനി അതിന്റെ ഇലക്ട്രിക് ചാർജ് +2/3 ആണ്. അടുത്തത് ബോട്ടം ക്വാർക്കാണ്. ബോട്ടം ക്വാർക്കിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ അതിന്റെ ചാർജ് എന്ന് അതിന്റെ മാസ് എന്ന് പറയുന്നത് 4.1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ c² എന്ന റേഞ്ചിലാണ് വരുന്നത്. അതിന്റെ ഇലക്ട്രിക് ചാർജ് -1/3 എന്നുള്ള റേഞ്ചിലുമാണ് വരുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 6 ക്വാർക്കുകളെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ പറയുന്ന ഒരു ടേബിൾ അനുസരിച്ച് 6 ക്വാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പും ഡൗണും ഫസ്റ്റ് ജനറേഷൻ, ചാമും സ്ട്രേഞ്ചും സെക്കൻഡ് ജനറേഷൻ, ടോപ്പും ബോട്ടവും തേർഡ് ജനറേഷൻ ക്വാർക്സ് ആണ്. ഓരോരുത്തരുടെയും മാസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ട് വരുന്നത് ടോപ്പ് ക്വാർക്കാണ്. 170 ജിഗാ ഇലക്ട്രോൺ അത്രയും വരും. ബോട്ടം അതിനേക്കാളും കുറവാണ്, ഇതിനൊരു 4.18 ജിഗാ ഇലക്ട്രോൺ. അതിനേക്കാളും കുറവ് ചാമിനാണ്, 1.275 ആണ്.
ബാക്കി ഈ വരുന്ന അപ്പും ഡൗണും സ്ട്രേഞ്ചിനും മെഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ച് ആണ്. അതിനേക്കാൾ കൂടുതലാണ് ഈ വരുന്ന ജിഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ച് എന്ന് നോക്കുക. അപ്പൊ ആ ഒരു ഓർഡർ എഴുതാൻ ചോദിച്ചാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവരെല്ലാം സ്പിൻ ഹാഫ് ആണെന്നും ഓർക്കുക. സോ താങ്ക് യു.